ഹായ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പിൻ്റെ നനച്ചുകുളിപ്പണിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരി ചമ്മലേക്കൊന്ന് കത്തിക്കാനിട്ടിട്ടുണ്ട്. അലക്കിയ തുണികളൊക്കെ ഒന്ന് തോര ഇടുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം റൂമാണ് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ റൂമാണ്. എൻ്റെ വീട് ഒരു പഴയ തറവാട് വീടാണ്. പഴയതെന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം മുമ്പേ ഉള്ള തറവാട് വീടാണ്. അപ്പോൾ റൂമിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ബെഡൊക്കെ എടുത്തൊന്ന് വെയിലത്തേക്ക് ഇടുന്നുണ്ട്. ബെഡ് കഴുകുന്നില്ല. അതിന് മുമ്പ് ഒരു പ്രാവശ്യം താത്തൻ്റെ പേരക്കുട്ടി മൂത്രമൊഴിച്ചിട്ടൊന്ന് കഴുകിയതാണ്. അപ്പോൾ പിന്നെ നീ കഴുകണ്ടെന്ന് വിചാരിച്ച് ഒന്ന് വെയിലത്തേക്ക് ഇട്ട് ഉണക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്യണം. മൊത്തം ക്ലീൻ ചെയ്ത് മാറാലൊക്കെ ഒന്ന് തട്ടുന്നുണ്ട്. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള വീടാട്ടോ. ഒരുപാട് വർഷം എന്ന് പറഞ്ഞാൽ ഒരു 100-150 വർഷമൊക്കെ പഴക്കമുണ്ടാവും. ഉപ്പാൻ്റെ ഒക്കെ കാലത്തുള്ള വീടാണ്. അത് മണ്ണിൻ്റെ വീടായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ടുണ്ടാവുള്ളൂ ഇപ്പോൾ ഇതൊന്ന് തേച്ചിട്ട്. അതുവരെ മണ്ണിൻ്റെ വീടായിരുന്നു. തൽക്കാലം നമ്മൾ തറവാട് വീടല്ല. ഇനിയിപ്പോൾ ഇത് പൊളിച്ച് നന്നാക്കല്ലാണ്ട് ഇതിലിനി വേറെ പണിയൊന്നും എടുക്കാൻ പറ്റില്ല. ഒന്നാമത് ആകെ ചെതലൊക്കെ വന്നിട്ടുണ്ട്. ഓടിൻ്റെ അവിടെയൊക്കെ ചെതൽ വന്ന് റീപ്പറൊക്കെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഓരോരോ ഒന്ന് വീഴുമ്പോൾ ഒരു പീസ് എടുത്ത് വെച്ച് കൊടുക്കും. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. ഇൻഷാ അല്ലാ വീടൊക്കെ ഇതൊന്ന് നന്നാക്കിയിട്ട് കാര്യമല്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊളിച്ച് പണിയണം. അപ്പോൾ അതിന് ഇൻഷാ അല്ലാ അള്ളാൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ അപ്പോൾ നമ്മളത് വീടൊക്കെ ഒന്ന് മാറാലൊക്കെ തട്ട് റൂമാണ്. ഫസ്റ്റ് ഒരു റൂം എടുത്തുള്ളൂ. 2 റൂമേ ഉള്ളൂ. അതിൽ ഒരു റൂം ചെറിയ റൂമാണ്, ഒരു കുട്ടി റൂം. അപ്പോൾ അതെന്തായാലും മാറാലൊക്കെ തട്ടി ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്ത് ജനലൊക്കെ ഒന്ന് കഴുകുകയാണ്. ഇത് പിന്നെ ചെറിയ റൂമായതുകൊണ്ട് വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. എന്നാലുള്ള പണി നമുക്ക് വൃത്തിയായി ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ പെയിൻ്റൊന്നും അടിച്ചിട്ടില്ല. വൈറ്റ് വാഷൊക്കെ ചെയ്യണമെങ്കിൽ ഒരുപാട് പൈസയും വേണം. പിന്നെ ഇതിലിനി പൈസ ഒന്നും ഇറക്കാനില്ല. ഇതൊക്കെ ഇനി എപ്പോഴാണ് വീഴാന്ന് പറയാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിലാണ് വീട് കിടക്കുന്നത്. അപ്പോൾ പിന്നെ വെറുതെ പൈസ ഇതിലും ചിലവാക്കണ്ടല്ലോ. അപ്പോൾ ഇതൊരു പ്രാവശ്യം ചിലവാക്കിയതാണ്. തേക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ ചിലവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാവരും പറഞ്ഞു ഇത് നീ ഇങ്ങനെ തേക്കണ്ടല്ലോ, ഇത് പൊളിച്ചിട്ട് വേറെ കയറ്റിയാൽ പോരെ. പൊളിച്ച് നമുക്ക് വേറെ കയറ്റുണ്ടെങ്കിൽ എന്തായാലും ഒരുപാട് പൈസയാവും. അപ്പോൾ ഒന്ന് മണ്ണിങ്ങനെ വീഴുമായിരുന്നു. മണ്ണിൻ്റെ വീടായതുകൊണ്ട് ഇതിൽ സിമൻറ്റും ഇഷ്ടികക്കല്ലൊന്നും ഉണ്ടാവില്ല. അതിൽ ഫുള്ളും മണ്ണുകൊണ്ട് മാത്രം ഇവർ ചെയ്ത വീടായിരുന്നു. പിന്നെ തൽക്കാലം ഒന്ന് പൊടി മണ്ണൊക്കെ ഒന്ന് അമരാൻ വേണ്ടി നമ്മളൊന്ന് തേച്ച് കൊടുത്തു, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ജനലൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ട്. ജനലൊക്കെ ഒന്ന് കഴുകി ഇതാ കൂളറൊന്ന് കഴുകുകയാണ്. കൂളർ കുറേ അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല വൃത്തിയായി കഴുകുകയാണ്. പിന്നെ ഇതാ നമ്മുടെ താത്തൻ്റെ മോനുണ്ട് കേട്ടോ സഹായത്തിന്. അവനൊന്ന് സ്കൂളിൽ പോയിട്ടില്ല. അപ്പോൾ അവനും കൂടെ കൂട്ടിയിരിക്കുകയാണ്. അവന് പനിയാണെന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ പോവാതെ നിന്നതാണ്. അപ്പോൾ പനിയല്ല നീ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അവനും കൂടാന്ന് പറഞ്ഞിട്ട് അവൻ ചെയ്യുകയാണ്. അപ്പോൾ അവനും കൂടെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ സംസാരിച്ച് ചെയ്യാൻ കുറച്ച് ഇതായിട്ടുണ്ട്. മറ്റേ ഒറ്റയ്ക്കാകുമ്പോൾ നമുക്കൊരു ഇതല്ലേ. അപ്പോൾ എന്തായാലും എല്ലാം വൃത്തിയായി കഴുകിയിട്ടുണ്ട്. ഈ ഓസ് ഇങ്ങനെ ഇട്ടതുകൊണ്ട് എന്താണെന്നറിയാം, നമുക്ക് നല്ലോണം കഴുകാനൊക്കെ ഒരു മനസ്സിനൊരു തൃപ്തിയായിട്ട് കഴുകാം. മറ്റേത് നമ്മൾ തുടച്ചെടുക്കും, നമുക്ക് അത്രയ്ക്കണ്ട് മനസ്സിനൊരു ഇതുണ്ടാവില്ല, വൃത്തിയായോ എന്നൊരിതായിരിക്കും. കഴുകുമ്പോൾ നമുക്ക് നല്ല സമാധാനമാണല്ലോ. അതുകൊണ്ട് അങ്ങനെ അടുത്ത വീട്ടിലെ ഓസാണ്. അപ്പോൾ ആയിരുന്നു ഓസൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ കഴുകുക കേട്ടോ. അപ്പോൾ എന്തായാലും കട്ടിലും ഷെൽഫും ജനലും ഒക്കെ കഴുകി വൃത്തിയാക്കി ഇതാ വാതിലും കൂടെ ഉണ്ട്. വാതിലും കൂടെ കഴുകുകയാണ്. അപ്പോൾ എല്ലാം കഴുകി കഴിഞ്ഞപ്പോൾ വലിയ ടാസ്ക്കാണ് ഈ വെള്ളം കോരി ഒഴിക്കൽ കേട്ടോ. ആദ്യമൊക്കെ ഇതിനൊരു ഹോൾസൊക്കെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ തേപ്പ് പണി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഹോൾസൊക്കെ അടച്ച് വരും. അതുകൊണ്ട് നമുക്ക് വെള്ളം എടുത്ത് കളയണം, അല്ലാണ്ട് പുറത്തേക്ക് പോവില്ല. അപ്പോൾ എന്തായാലും ഇവനും രണ്ടാളും കൂടെ ചേർന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ എന്തായാലും വെള്ളമൊക്കെ ഒന്ന് എടുത്ത് കഴിഞ്ഞു, അൽഹംദുലില്ലാ. അപ്പോൾ അതാ അത് നമ്മുടെ ഒരു റൂമിൻ്റെ നനച്ചുകുളിപ്പണി കഴിഞ്ഞു കേട്ടോ. ഏകദേശം മൊത്തം ക്ലീൻ ചെയ്തു. വെള്ളമൊക്കെ തുടച്ചെടുത്ത് വൃത്തിയായി. ഇനി അതിൻ്റെ ജനലും കൂടെ ഉണ്ട്.
അപ്പോൾ അതും കൂടെ ഒന്ന് കഴുകിയാൽ ഈ റൂമിൻ്റെ പണി കഴിഞ്ഞു. ഈ ചുമരിൽ ഇങ്ങനെ വെള്ളമൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു കറ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ഉരച്ച് പോകുന്നുണ്ട്. പിന്നെ അധികം ഉരയ്ക്കാനും വയ്യ. അധികം ഉരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പെയിൻ്റൊക്കെ ഇളകിപ്പോവും. അപ്പോൾ കുറച്ചൊക്കെ ഏകദേശമൊക്കെ ഒന്ന് ഉരച്ച് വൃത്തിയാക്കി അപ്പോൾ 2 ജനലും കൂടെ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഏകദേശം അൽഹംദുലില്ലാ ഈ റൂമിൻ്റെ പണി കഴിഞ്ഞു. ഇനിയൊരു റൂമും കൂടെ ഉണ്ട്. 2 റൂമാണ് വീട്ടിലുള്ളത്. 2 അല്ല കേട്ടോ, 3 ഉണ്ടായിരുന്നു. തേക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ എന്ത് ചെയ്തു, 2 റൂമുള്ളത് ഒന്നാക്കി, ഹാളാക്കി. മറ്റേത് 3 റൂമായിരുന്നു വീടിന്. പഴയ വീടുണ്ടാവില്ലോ, അതേപോലെയായിരുന്നു. തേപ്പൊക്കെ കഴിഞ്ഞപ്പോൾ പഴയ ഒരു റൂം വലിയ ഹാള് നടുവിൽ ചുമര് ഇങ്ങനെ വെച്ചുണ്ടാക്കിയിട്ട് റൂം ഉണ്ടാക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ അത് മണ്ണായതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിറച്ചും എലികളൊക്കെ വന്ന് ആകെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് പൊളിച്ചിട്ടു. ഇപ്പോൾ 2 റൂമായി. ഏതായാലും 1ാമത്തെ ദിവസം കഴിഞ്ഞു. 1ാമത്തെ റൂമിൻ്റെ പണി കഴിഞ്ഞു. ഇപ്പോൾ 2ാമത്തെ ദിവസമാണ് കേട്ടോ. 2ാമത്തെ ദിവസത്തെ പണിയാണ്. ആദ്യം മുറ്റൊക്കെ അടിച്ചു വരുന്നു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ മുറ്റം അടിച്ച് വാരിയിട്ടില്ല. കുറച്ച് പണിയുള്ളതുകൊണ്ട്, സ്റ്റിച്ചിങ്ങിൻ്റെ പണിയുള്ളതുകൊണ്ട് ഒന്നിനും നേരം കിട്ടില്ല. അപ്പോൾ ആ അടിച്ച് വാരാത്ത മുറ്റത്തിൻ്റെ ഒരു കോലം കണ്ടില്ല. നിറച്ചും ചമ്മലയാണ്. ഒന്നാമത് അവിടെ പ്ലാവുള്ളതുകൊണ്ട് നിറച്ച് ചമ്മലയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കുകയാണ്. പ്ലാവ് വെട്ടാൻ വേണ്ടി കുറേ ദിവസമായി പറയുന്നു. പക്ഷേ അത് കൊമ്പൊന്ന് വെട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല. നമ്മളെ തേങ്ങ ഇടുന്ന ആൾ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നേരമല്ല, പിന്നെ വെട്ടിത്തരാമെന്നാണ് പോയി. പിന്നെ ചമ്മലയൊക്കെ നമ്മൾ തെങ്ങിൻ്റെ ഇതിലാണ് ഇടുന്നത്. എന്നാൽ പിന്നെ അതങ്ങനെ വളമായിക്കോളൂല്ലോ, കത്തിക്കണ്ടല്ലോ. പിന്നെ നമുക്ക് കുറച്ച് പച്ചക്കറി അവിടെ ഇങ്ങനെ നട്ടിട്ടുണ്ട്. അതിലൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ ഇനി ഭാഗത്തേക്ക് വരില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാം ചെയ്തിട്ട് പോയാൽ പിന്നെ നമുക്ക് ഇനി അകത്ത് പണിയുണ്ടല്ലോ. ഇനി നമുക്ക് 2ാമത്തെ പണിയാണ് കോഴീനെ വിടാനായിട്ട്. നമുക്ക് കുറച്ച് കോഴികളുണ്ട്. തോനെയൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഇതാ കോഴിക്കോട് കണ്ടില്ലേ. താഴത്തെ ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. മുകളിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. എന്താണെന്ന് വെച്ചാൽ കോഴികൾ അധികമായപ്പോൾ എല്ലാവർക്കും കൂടെ താഴത്ത് കിടക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാനൊരു പഴയ കട്ടിലുണ്ടായിരുന്നു, അതൊക്കെ പൊളിച്ചിട്ട് മുകൾക്ക് ഇങ്ങനെ ഒരു 2 റൂമും കൂടെ എടുത്തതാണ്. ഏതായാലും കോഴികളൊക്കെ വിട്ട് ഈ ഭാഗത്ത് മുറ്റം കൂടി അടിച്ചു വരും. മുറ്റമൊക്കെ കുറേ ഉണ്ട് കേട്ടോ. അടിച്ച് വരാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു ഭാഗം അടിച്ച് കഴിയുമ്പോൾ നമ്മൾ ആകെ ക്ഷീണിക്കും. ഏതായാലും മുറ്റടിച്ചാറിൽ കഴിഞ്ഞ് ഇനി ഇതാ 2ാമത്തെ റൂം ക്ലീൻ ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇത് മോൻ്റെ റൂമാണ്. ആകെ വൃത്തികേടായിരിക്കും. എത്ര നന്നാക്കിയാലും ഇവനിത് വൃത്തികേടാക്കി വെക്കും. ഒന്ന് വിരിച്ചിടണമെന്ന് പറഞ്ഞാൽ പോലും കേൾക്കൂല. അപ്പോൾ എന്തായാലും ഈ റൂമും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാം. മൊത്തത്തിൽ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇടണം. ഇതിൽ എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. ഇത് എൻ്റെ ടൈലറിങ് വേസ്റ്റ് മുഴുവൻ ഞാൻ ഈ റൂമിലാണ് കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പോൾ ഇത് വൃത്തിയാക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായാലും ബെഡും കിടക്കൊക്കെ എടുത്ത് ഞാൻ പുറത്തേക്ക് വെക്കുന്നുണ്ട്. ഇന്ന് പിന്നെ മോനില്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്കാണ് കേട്ടോ പണിയൊക്കെ. ബെഡൊക്കെ ചെറിയ ബെഡായതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് തന്നെ പിടിക്കാൻ പറ്റും. വലിയ കനമുള്ള ബെഡൊന്നുമല്ല. അതുകൊണ്ട് നമുക്ക് തന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. വലിയ ബെഡൊക്കെ ആണെങ്കിൽ നമുക്ക് ആരെങ്കിലും ഹെൽപ്പിന് വിളിക്കണം, ഒന്ന് വാടാ, ഒന്ന് പിടിച്ചു കൊണ്ടിടാന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് പിന്നെ അങ്ങനത്തെ പണിയൊന്നുമില്ല. ഇതിലൊരുപാട് വേസ്റ്റുകളുണ്ട് കേട്ടോ. ഒരുപാട് കട്ടിങ് പീസുകളാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന കട്ടിങ് പീസുകളൊക്കെ ഈ മൂലയിലാണ് കൊണ്ടുവന്ന് വയ്ക്കുക. ഇവിടെ വല്ലാണ്ട് റാക്കുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം നമുക്ക്
വയ്ക്കാൻ വേറെ സ്ഥലം ഉണ്ടാവില്ല. പിന്നെ നല്ല നല്ല പീസുകളായിരിക്കും, കൊണ്ടുപോയി കളയാനും തോന്നില്ല. കട്ട് ചെയ്തതിൻ്റെ ബാക്കി പീസുകളൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് വെക്കുന്നത്, പക്ഷേങ്കിൽ ഒരു ആവശ്യത്തിന് എടുക്കില്ല, അതങ്ങനെ നിറഞ്ഞു നിൽക്കും. അപ്പോൾ അങ്ങനെ ഏതായാലും സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അലക്കാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിലിട്ടു. ഇനിയിപ്പോൾ ബാക്കി മാറാലൊക്കെ തട്ടാനുണ്ട്. ഇവിടെ എത്ര മാറാല തട്ടിയാലും പൊടി മാറാലും ഞാൻ ഈ പൂച്ചകൾ കയറിയിട്ട് ഈ സൈഡിലൊക്കെ ഇതുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ചട്ടക്കടലാസ് എന്ന് പറയുമല്ലോ, നമ്മുടെ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരണം, അതൊക്കെ ഇങ്ങനെ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം എത്ര വെച്ച് കൊടുത്താലും പൂച്ചകൾ ആ ഇടയിൽ കൂടെ കയറും. പിന്നെ അവസാനം അതൊക്കെ വലിച്ചിട്ട് ഒക്കെ ഒന്ന് തട്ടി മൊത്തം മാറാലയൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കാം. മാറാല ഇല്ല, എന്നാലും പൊടിയാണ്. ഈ ഓടിൻ്റെ ആ പൊടി ഉണ്ടാവുമല്ലോ, അതാണ് നല്ലോണം. അതിന് എത്ര തട്ടിയാലും ആ പൊടി നല്ലോണം ഉണ്ടാവും ഓട്ടിൽ. പിന്നെ വെള്ളം അടിച്ച് കഴുകണമൊന്നുമില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. ഏതായാലും മാറാലൊക്കെ തട്ടിക്കഴിഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി വീടൊക്കെ ഒന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കഴുകാൻ തുടങ്ങാം. ഒക്കെ കട്ടിലും ഇതൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ, വെയിറ്റില്ലാത്ത സാധനങ്ങളായതുകൊണ്ട് നമുക്കൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരാളെ ഹെൽപ്പില്ലാതെ നമുക്ക് ചെയ്യാം. ഈ ഫാന് കണ്ടോ, ഈ ഫാന് ശരിക്കും ഒരു 10-20 വർഷത്തെ പഴക്കം ഉണ്ടാവും. വീടിന് 150 വർഷത്തെ പഴക്കമുണ്ടെങ്കിൽ ഫാനിന് ഒരു 20 വർഷത്തെ പഴക്കമുണ്ട്. ഇത് കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. നല്ല സാധനം കേട്ടോ, കേട് വന്നിട്ടില്ല. ഇടയ്ക്കൊന്ന് നിന്നിട്ടുണ്ട്, പക്ഷേങ്കിൽ അത് നന്നാക്കി ഉപയോഗിച്ചാലും കുഴപ്പമില്ല, നല്ല സാധനമാണ്. എനിക്ക് തോന്നുന്നു ആ ഭാഗത്തു നിന്നൊക്കെ വാങ്ങിക്കുന്ന ഇലക്ട്രോണിക്കിൻ്റെ സാധനങ്ങൾ നല്ലതായിരിക്കും. അതേമാതിരി കിണറ്റിൽ വെച്ച മോട്ടറിന് 4000 രൂപയുടെ വില ഉണ്ടായിരുന്നുള്ളൂ. 8-9 വർഷമായി വെച്ചിട്ട്, പക്ഷേങ്കിൽ ഇപ്പോഴും നല്ല ഒരു കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തു നിന്ന് തമിഴ്നാട്ടിലേക്ക് കോയമ്പത്തൂർ ഭാഗത്തു നിന്ന് ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങിച്ചാലും വിലയും കുറവായിട്ടുണ്ടാവും. പിന്നെ നമുക്ക് കുറേ കാലം ഈട് നിൽക്കും. പഴയ സാധനങ്ങൾ കേട്ടോ, ഇനി ഇപ്പോഴത്തേത് എങ്ങനെയാണെന്ന് അറിയില്ല. പണ്ട് അവിടെ നിന്ന് വാങ്ങിയപ്പോൾ നല്ലതായിരുന്നു. ഇപ്പോൾ ഈ ഫാനിന് അതേപോലെ നല്ല വർഷത്തെ പഴക്കമുണ്ട്, പക്ഷെ ഇപ്പോഴും ഇത് ഒഴിവാക്കിയിട്ടില്ല. ഇതൊക്കെ നമുക്ക് തന്നെ ഓട് വീടായതുകൊണ്ടാട്ടോ ഇങ്ങനെ നമുക്ക് തുടക്കാനൊക്കെ പറ്റുക. പക്ഷേങ്കിൽ ഇത് വാർപ്പിൻ്റെ വീടാണെങ്കിൽ ഇതിനൊന്നും കഴിയില്ല, നമുക്ക് എത്തൂല്ല. എന്തായാലും ഫാനിൻ്റെ ക്ലീനിങ് കഴിഞ്ഞു. നമുക്ക് ജനവാതിലൊക്കെ ഒന്ന് കഴുകണം. ഇങ്ങനെ കഴുകുമ്പോൾ എന്തോ ഒരു റാഹത്താണ് കേട്ടോ. ഈ ഓസിലിങ്ങനെ വെള്ളം പിടിച്ചിങ്ങനെ കഴുകുമ്പോൾ നമ്മൾ തുടച്ച് വൃത്തിയാക്കുന്നത് അത്ര നമുക്ക് വലിയൊരു തുടച്ചാലും എല്ലായിടത്തേക്കും എത്തുമോ എന്നുള്ളൊരിതാണ്. പക്ഷേ ഇങ്ങനെ കഴുകുമ്പോൾ ഉണ്ടല്ലോ, വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ നല്ലൊരു സമാധാനമാണ്. വീട് ഇങ്ങനെ കഴുകി വൃത്തിയാക്കുമ്പോൾ എന്തോ ഒരു റാഹത്താണ്. നനച്ച കുളി പൂർത്തിയായും ഒരു തോന്നലാണ് ഇങ്ങനെ കഴുകുമ്പോൾ. എന്തായാലും ജനവാതിലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെയും ഇതേപോലെ തന്നെ ആദ്യത്തെ റൂം പോലെ തന്നെ 2 ജനവാതിലാണ്. അപ്പോൾ ജനവാതിലൊക്കെ ക്ലീൻ ചെയ്തു. ഇനി ഇതാ നമ്മൾ കട്ടിലും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ കട്ടിലൊക്കെ ക്ലീനായി. ഇനി നമുക്കിതാ കട്ടിൽ മൊത്തം നമ്മൾ കഴുകി വൃത്തിയാക്കി. ഇനി ഈ ചെറിയ സ്റ്റഡി ടേബിളും കൂടെ നമുക്ക് കഴുകാം. അപ്പോൾ നമ്മൾ അലമാരൊക്കെ കഴുകി കഴിഞ്ഞു. ഇപ്പോൾ ഇതാ ഈ വാതിലും കൂടെ ഉണ്ട് കഴുകാൻ. അപ്പോൾ വാതിലും കൂടെ ഒന്ന് ഉരച്ച് കഴുകി കഴിഞ്ഞാൽ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ പണി കഴിഞ്ഞു. പിന്നെ നിലം കൂടെ ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. എന്തായാലും വാതിലൊക്കെ നല്ലോണം ഒന്ന് വൃത്തിയാക്കി കഴുകിയിട്ടുണ്ട്.
ഇനിയാണ് നമ്മുടെ അടുത്ത ടാസ്ക്, വെള്ളം കോരി ഒഴിക്കണം. അപ്പോൾ ആകെ റൂം നിറച്ച് വെള്ളമാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് കോരി ഒഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്യണം. അങ്ങനെ അൽഹംദുലില്ലാ വെള്ളമൊക്കെ നമ്മൾ കോരി ഒഴിച്ച് വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ റൂമിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട് അൽഹംദുലില്ലാ. എന്തായാലും ഇനി അടുത്തത് നമുക്ക് ഹോളും കൂടെ റെഡിയാക്കാനുണ്ട്.